ഇത് സെന്റ് മേരീസ് ചർച്ച് ഉദുമേത്ത. ദുബായിലുള്ള ഒരുമാതിരിപ്പെട്ട ക്രിസ്ത്യാനികളെല്ലാം കുർബാന കൂടാൻ വേണ്ടി വരുന്നത് ഇവിടെയാണ്. ഈ പൊരിഞ്ഞ വെയിലത്ത് കൊടയും ചൂടി ബസ്സും കയറി മെട്രോയും കയറി നടന്ന് ഈ 2000 പേരുടെ ക്യൂവിൽ ലാസ്റ്റ് നിന്ന് ഇടിച്ചുകുത്തി പള്ളിക്കകത്ത് കയറി രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ഇത് ഈ കുരിശി കിടക്കുന്ന ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്ത് വള്ളി എൻ്റെ പൊന്നു പെണ്ണെ നീ വീണ്ടും പിടിച്ചോണ്ട് വന്നേക്കുന്നതെന്നാണ് അങ്ങേര് എന്നോട് ചോദിച്ചത്. പിന്നീടുള്ള കാര്യം, രണ്ടാമത്തെ കാര്യം ഇതാണ്. കണ്ണടച്ച് നിന്ന കോട്ടയത്തുള്ള എൻ്റെ തടനാടുകളിൽ നിൽക്കുന്ന അതേ ഫീലാണ്. ഇതാണ് അന്തോണിസ് പുണ്യാളൻ. നമ്മുടെ എന്നേലും സാധനം കാണാതെ പോയ പുള്ളിക്കാരനോട് ഒന്ന് പറഞ്ഞേച്ചാൽ മതി, അത് എവിടുന്നേലും തപ്പി കണ്ടുപിടിച്ച് നമ്മുടെ കൈ കൊണ്ട് തരുന്ന കാര്യം പുള്ളിക്കാരനേറ്റു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ പറന്നുപോയ 2 കിളിയെ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാമെന്ന് പുണ്യാളൻ ഏറ്റിട്ടുണ്ട്. ഞാനും ഈ പുണ്യാളനും തമ്മിൽ നേരത്തെ മുൻപരിചയമൊന്നും ഇല്ലെങ്കിലും നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് പുള്ളിക്കാരനും പറഞ്ഞു. പിന്നെ നമ്മുടെ കർത്താവ്, നിനക്ക് തരാൻ ഇതാണ് എൻ്റെ കയ്യിലുള്ളതെന്നും പറഞ്ഞ് ചങ്കെടുത്ത് കയ്യിലും പിടിച്ച് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. ചങ്കെടുത്ത് തന്നാലും ചെമ്പരത്തി പോകാന്നല്ലേ നമ്മൾ പറയുള്ളൂ. പിന്നെ നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ നിത്യസഹായ മാതാവ്. മൊത്തം തിക്കും തിരക്കും ആയതുകൊണ്ട് ഒന്ന് തൊട്ട് മുത്തിയേച്ച് ഞാൻ നമ്മുടെ പള്ളിയുടെ പുറത്തുള്ള ഗ്രോട്ടയുടെ മുന്നിലോട്ട് പോയി. പെണ്ണെ, നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പം നിർത്തിയ നിനക്ക് കൊള്ളാന്നാണ് മാതാവ് എന്നോട് പറഞ്ഞത്. ഒരു ഭീഷണിയുടെ സ്വരമല്ലേ ആ കേട്ടത്. അങ്ങനെ നല്ലൊരു കുർബാനയൊക്കെ കൂടി വീണ്ടും കാണുന്നവരെ കാത്തോണ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈയും പറഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു.